ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? ഇന്ന് ശനിയാഴ്ച, എനിക്ക് ഓഫ് ഡേ ആണ്. അപ്പോൾ ഉച്ചയാറായി കഴിഞ്ഞും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ലഞ്ച് കഴിക്കാൻ പോവാണ്. ഉറക്കമായിരുന്നു ഇത്ര നേരം. അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇതുണ്ടേ, ഇവിടെ ഇരിക്കുവാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഈ അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാൻ ഇന്നത്തെ ലഞ്ച് എന്നാണ് ഞാൻ കാണിക്കാൻ അവിടെ ചെന്നിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വാ. ഹലോ, അപ്പം ഞാനിങ്ങനെ ക്യാൻറ്റീനിലോട്ട് പോവാണ്. ഇതാണ് ക്യാൻറ്റീനിലോട്ട് പോകുന്ന വഴിയാണ്. നിങ്ങളെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അകത്ത് ചെന്നിട്ട് എന്തൊക്കെ ഫുഡാണ് ഉള്ളത് കാണിക്കാം. ഓക്കെ ഓക്കെ. പച്ചക്കറികൾ, ബ്രെഡുകൾ തുടങ്ങിയ മീൻ, ചിക്കൻ, മാൽദീവിയൻ ഫിഷ് കറി, ചിക്കൻ കറി. അപ്പം ഇതേണ്ട ഞാൻ എടുത്തേക്കുന്നത് ഇതേണ്ട ബ്രിഞ്ചാൾ ആൻഡ് പൊട്ടറ്റോ കറി. പിന്നെ ഇതെന്തോ ഫിഷ് എന്തോ ചെയ്തേക്കുന്ന സാധനം. പിന്നെ ഇത് മാൽദീവിയൻ ഫിഷ് കറി. ഇത് ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു കറിയായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഗതികേട് കൊണ്ട് കഴിച്ചു പോയി. പരിപ്പ് കറി, വേറെ ഒന്നുമില്ല. എല്ലാം ഉണ്ട്, പക്ഷെ നമുക്കൊന്നിൻ്റെയും ടേസ്റ്റ് പിടിക്കില്ല. അതുകൊണ്ട് കിട്ടുന്നത് കഴിക്കാൻ പോകും. എല്ലാ സാധനവും ഉണ്ട്. എന്തൊക്കെ ലോകങ്ങളിൽ തിന്നാൻ കിട്ടുമോ എല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ ഇവരുണ്ടാക്കുന്ന രീതി നമുക്ക് പിടിക്കുകയില്ല. പിന്നെ 2 പഴമുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. ഓക്കെ, അപ്പോൾ ഞാൻ ലഞ്ചിൽ കഴിക്കട്ടെ. പപ്പടം വാങ്ങുന്ന അവസാനമുണ്ട്. ഓക്കെ, അപ്പം തിന്നട്ടെ. ആദ്യമേ കുറച്ച് പരിപ്പ്, ഞാൻ ഇളക്കുന്ന കണ്ടിട്ട് നിങ്ങൾ എന്നെ പേര് പറയില്ല. കണ്ട മീൻ, എന്നിട്ട് വലിയ ടേസ്റ്റൊന്നുമില്ല. പിന്നെ തിന്നെ അത്രേ ഉള്ളൂ. ഇവിടുത്തെ മീൻകറി കണ്ടോ? ഇവിടുത്തെ പ്രത്യേകത എന്നാ വെച്ചാൽ എരിവില്ലൊന്നും. ഇവരുപയോഗിക്കുന്ന മസാല നമ്മൾ ഉപയോഗിക്കുന്ന പോലത്തെ മസാലയൊന്നും അല്ല. അതുകൊണ്ട് ഒരു ടേസ്റ്റ് ഇല്ല. ഞാനിപ്പോൾ ക്യാമറയിലോട്ട് നോക്കുമ്പോൾ എൻ്റെ കണ്ണ് ചിലപ്പോൾ കോങ്ങനായിട്ട് തോന്നും. കാരണം എന്ന് വെച്ചാൽ ഞാൻ ക്യാമറയിലോട്ടല്ല നോക്കുന്നത്, ക്യാമറയുടെ ഫോണിൻ്റെ താഴോട്ട് നോക്കുന്നത്. ഫോൺ തിരിച്ച് വെച്ച് നോക്കുന്നുണ്ട്. മീനിനൊന്നും ചുമ്മാ കഴിക്കാന്നുള്ളൂ, ടേസ്റ്റൊന്നുമില്ല. കാരണം ഇവരുടെ എന്തോ ഒരു മാൽഡീവ്സിലെ ഈ മസാലയൊക്കെ എന്തോ ഒരു വെള്ളക്കളർ മഞ്ഞക്കളറിലൊക്കെ ഉണ്ട്. മഞ്ഞ ടേസ്റ്റൊന്നും ചുമ്മാ കഴിക്കുകയാണ്. നമ്മുടെ ഇവിടെ മറ്റേ ഇലയൊക്കെ ഇടത്തില്ലേ, എന്തോ ഒരു തരം ഇല. ഇതാണ് ബ്രിഞ്ചാളും പൊട്ടറ്റോ. ഇത് മറ്റേ ടൂണ ഫിഷ് ഇല്ലേ, ടൂണ ഫിഷ് മറ്റേ നമ്മൾ ഈ എന്തോ വറുത്തെടുത്തേക്കുവാണ്. എന്തൊക്കെയോ ചെയ്ത് ഇതുണ്ട്, അകത്ത് ടൂണ ഫിഷ് ഉണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് ബാക്കി കാണിക്കും. ഓക്കെ, എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഇവിടെ 2 മണിയായി. 2:30 വരെ ഫുഡുള്ളൂ ക്യാൻറ്റീനിൽ. ഞാൻ ഓഫ് ഡേ ആയതുകൊണ്ട് താമസിച്ച് എണീച്ചു. നേരെ ഫുഡ് കഴിക്കാൻ വന്നു. ക്യാൻറ്റീൻ ഞാൻ കാണിക്കാം. ഇതുണ്ട്, ഓരോരോ സ്റ്റാഫുകൾ അവിടെ ഇവിടെ എല്ലാം കഴിയുന്നുണ്ട്. ഉണ്ടോ? ഇത് ഹ്യൂജ് ഏരിയയാണ്.
നിങ്ങളിൽ ആരൊക്കെ ചോറുണ്ടുമ്പം വെള്ളം കുടിക്കും? ഞാൻ ചോറുണ്ടുമ്പോൾ വെള്ളം കുടിക്കാറില്ല വലുതായിട്ട്. പപ്പടമൊക്കെ കുട പോലെ ഇതുണ്ട്, തണുത്തു പോകാറില്ല. നമ്മൾ ഈ മാൽദ്വീപ്സിലോട്ട് വരുവാണെങ്കിൽ, ജോലിക്കൊക്കെ വരുവാണെങ്കിൽ മാക്സിമം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇവിടുത്തെ ഐറ്റംസ് തന്നെ, ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഐറ്റംസ് തന്നെ മാക്സിമം കഴിക്കാൻ നോക്കുക. കാരണം മീനൊക്കെ അതേ ഉള്ളൂ ഇവിടെ ഫ്രഷായിട്ട് കിട്ടുന്ന സാധനങ്ങൾ. ബാക്കിയെല്ലാം നമുക്കറിയാം വേറെ രാജ്യത്തു നിന്നാണ് വരുന്നത്. അതിവിടെ കൊണ്ട് ചിക്കൻ ആയാലും ബീഫ് ആയാലും എന്തായാലും ഇവിടെ കൊണ്ട് ഫ്രീസ് ചെയ്ത് അങ്ങ് തണുപ്പിച്ചങ്ങ് വെച്ചേക്കും, എന്നിട്ട് പതിയെ എടുക്കും. ചിലപ്പോൾ ആ കോഴി ചത്തുപോയിട്ട് ഒരു വർഷം ആയതായിരിക്കും. അതുകൊണ്ട് മാക്സിമം വെജിറ്റേറിയൻ ആകുക, മീൻ കഴിക്കുക, അല്ലെങ്കിൽ പ്രോബ്ലമാണ്. ഞാൻ കഴിച്ചു കഴിയാറായി. അപ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞു. രണ്ട് പഴത്തൊലി ബാലൻസ്, ബ്രിഞ്ചാണും പൊട്ടറ്റോയും തുള്ളി മിച്ചം, ഇത് മതി. അപ്പോൾ കൈ കഴിയട്ടെ. ഓക്കെ, അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു. ഇങ്ങനെ ചുമ്മാ വന്ന് കുറച്ച് നേരം വെളിയിൽ ഇങ്ങനെ ഒരു കൂട്ടുകാരോട് വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും ചോറൊക്കെ കൊണ്ടിട്ട് സെറ്റായിട്ടിരിക്കുക. വീണ്ടും കാണാം. ബൈ.